പനയമ്പാടത്തെ വാഹനാപകടത്തിൽ മരിച്ച 4 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മൃതദേഹങ്ങൾ രാവിലെ 5 മണിക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശാന്തകുമാർ വെള്ളാർത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ ബന്ധുക്കളടക്കമുള്ളവർ എത്തിയ സാഹചര്യമാണോ ഉള്ളത്? അതീവ ദുഃഖകരമായ സാഹചര്യമായിരിക്കും അവിടെയുള്ളതെന്ന് പറയേണ്ടതില്ല. എന്നിരുന്നാലും മറ്റ് ക്രമീകരണങ്ങളൊക്കെ എത്തരത്തിലാണ്? അത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ. തീർച്ചയായും വളരെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. 4 വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ പൂർത്തിയായി. ജില്ലാ ആശുപത്രിയിൽ അവ പൂർത്തിയായി കഴിഞ്ഞു. തൊട്ടടുത്തുള്ള പള്ളിയിൽ അതിന് മതപരമായ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ആ മതപര ചടങ്ങുകൾക്ക് ശേഷം 4 മൃതദേഹങ്ങളും പൂർണ്ണമായും മോർച്ചറിയിലേക്ക് മാറ്റും. രാവിലെ 5 മണിക്ക് ഇവിടെ നിന്നും അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സ്കൂളിൽ പൊതുദർശനത്തിന് നിശ്ചയിച്ചിരുന്നു. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ നമസ്കാരത്തിന് മുമ്പ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ചില മാറ്റം വരുത്തുകയായിരുന്നു. അതിനുവേണ്ടിയാണ് പള്ളിക്ക് സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം അവിടുന്ന് 10 മണി വരെ അവിടെ പൊതുദർശനം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മൃതദേഹം തൊട്ടടുത്തുള്ള തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ സംസ്കരിക്കും. അതാണ് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. എന്തായാലും 4 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ 5 മണിക്ക് മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി വീടുകളിൽ പൊതുദർശനത്തിന് ശേഷം പിന്നീട് 4 പേരുടെയും മൃതദേഹം ഒരുമിച്ച് തുപ്പനാട് ജുമാ മസ്ജിദിന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും അവിടെ എല്ലാവർക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. 10 മണിയോടുകൂടി മൃതദേഹം എല്ലാം തുപ്പനാട് ജുമാ മസ്ജിദിലുള്ള ഖബർസ്ഥാനിൽ ഖബറടക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ അന്തിമമായി തീരുമാനിച്ചിട്ടുള്ളത്. സംഗീത. ശരി ശാന്തകുമാർ, ഖബറടക്കം നാളത്തെ സംബന്ധിച്ച ക്രമീകരണങ്ങളാണ് ശാന്തകുമാർ അവിടെ നിന്ന് പങ്കുവച്ചത്.